ഹോ, ഇവിടെയൊക്കെയുള്ള ഒരു ചവറാണോ ഇത്? ഇവിടെ ഒരു വേലക്കാരിയുണ്ട്. എന്തിനു കൊള്ളാം അവളെ? ഒരു വസ്തുവിനും കൊള്ളില്ല. അവൾക്ക് എന്തോന്നാ ഇവിടെ ഇത്ര മലമറിക്കാൻ മാത്രമുള്ള പണി? എന്തോരം കാട്ടമ്മ തൊടിയിലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും അവൾക്ക് വൃത്തിയാക്കിക്കൂടെ? എല്ലാ സ്ഥലത്തും എന്റെ കണ്ണ് തന്നെ എത്തണമെന്ന് പറഞ്ഞാൽ ചൂലെവിടെയാണാവോ ഉള്ളത്? അവിടെ ഉണ്ടല്ലോ. കമലക്ക് തീരെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ പാത്തോൻ എന്തെന്നാണാവോ ഇത്രയും ഇവിടെ പണി? ഹോ, ഈ വയ്യാത്ത ഊരയും വെച്ച് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ? ഹലോ, ഈ മൂദേവിത്തള്ള രാവിലെ തന്നെ ചൂലും കൊണ്ട് ഇറങ്ങിയോ? ഇപ്പോൾ വായിലുള്ള മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഒന്ന് സോപ്പിട്ട് നോക്കാം. മുത്തശ്ശി, എന്തല്ലോ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. മുത്തശ്ശിയോ? ആരാടി നിന്റെ മുത്തശ്ശി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്? ഹോ, നിന്റെ സുഖവാസം കഴിഞ്ഞോടി? അവള് കെട്ടി ഒരുങ്ങി വന്നിരിക്കുന്നു. അല്ലോ, അത് പിന്നെ ഞാൻ. നീ എന്താക്കുകയായിരുന്നടി ഇത്രയും നേരം? നീ ഇവിടെയൊക്കെ അഴുക്ക് പിടിച്ചത് കണ്ടില്ലേ? ഈ ചപ്പു ചവറുകളൊക്കെ വാരാൻ ഇനി വേറെ എത്തിനെ കൊണ്ടുവരണോ ഞാൻ? അല്ലോ, വേണ്ട മുത്തശ്ശി, ഇതൊക്കെ എന്റെ പണിയാണ്, ഞാൻ തന്നെ ചെയ്തോളാം. എടി മൂദേവി, ഇനിയാറ്റ നീ എന്നെ മുത്തശ്ശിന്ന് വിളിച്ചാൽ ഈ ചൂല് വെച്ച പെടതരും ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല എന്ന്? ഇല്ല, ഇനി ഞാൻ വിളിക്കില്ല. വിളിക്കാതെ നിന്നാ നിനക്ക് കൊള്ളാം. ശരി കൊച്ചമ്മേ. കൊച്ചമ്മ, അതാ നിനക്ക് നല്ലത്. അങ്ങനെ വിളിച്ചാ മതി നീ എന്നെ. നീ ഒരു കാര്യം ചെയ്, വായും പൊളിച്ച് നിൽക്കാണ്ടേ ആ അടിച്ചു കൂട്ടിയതൊക്കെ കത്തിക്ക്. ഞാൻ ഇനി അപ്പുറത്തെ ഭാഗം കൂടെ അടിച്ചു വരട്ടെ. ഓ, ചെയ്യാം കൊച്ചമ്മേ. പോയാ മൂദേവി തള്ള. ഈ തള്ളക്കിട്ടൊരു പണി കൊടുത്താലേ എനിക്ക് സ്വസ്ഥതയുണ്ടാകൂ. എന്ത് പണിയാണ് കൊടുക്കുക? ഒരു ഐഡിയ. ആ കിളവിയെ ഒന്ന് പേടിപ്പിക്കാം. ഈ കരിയില മുഴുവൻ ദേഹത്ത് വാരിയിട്ട് കരിയില ഭൂതമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. നല്ല ബുദ്ധി തന്നെ. കാണിച്ചു തരാൻ വേണ്ടി മൂദേവി നിനക്ക് ഞാൻ. നിന്നെ പേടിപ്പിച്ചേ 2 ദിവസം ഞാൻ പനിച്ചു കിടത്തും, കണ്ടോ? ഈ കരിയില മുഴുവൻ ദേഹത്ത് വെച്ച് ഒളിപ്പിക്കണം. ഇത് വെച്ച് പേടിപ്പിച്ചാലേ എന്റെ മേക്കിട്ടുള്ള കാറ്റം കുറച്ച് നിൽക്കും. ഇങ്ങനെ കരിയില മുഴുവൻ വാരി മേത്ത് പൊത്താം. ഈ കരിയില കൂട്ടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാം. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ തള്ളയെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും വരും, പേടിച്ചോടും. ഇനി ആ മൂദേവി തള്ളയെ വിളിക്കാം. എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സൗണ്ട് ഉണ്ടാക്കാം, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഷോ, അതെവിടുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്? നാശം പിടിച്ച ഇവള് ഇത് കത്തിച്ചില്ലേ? അടിച്ചു കൂട്ടിയത് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടല്ലോ. ഇതും വെച്ച് ഇവിടെ എങ്ങോട്ടേക്ക് പോയതാണാവോ? അയ്യോ, എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്? അതെവിടുന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ പാത്തു എവിടെ പോയി? ഇനി ഈ ചവറിന്റെ ഉള്ളിൽ നിന്നാണോ ശബ്ദം കേൾക്കുന്നത്? ഒന്ന് തട്ടി നോക്കിയാലോ? ഇനി വല്ല പ്രേതവുമായിരിക്കുമോ? ഞാനാണ് കരിമ്പൂതം. അയ്യോ, കരിമ്പൂതമോ? അതെടി കിളവി, നിന്റെ ചോര കുടിക്കാൻ വന്നതാണ് ഞാൻ. എന്റെയോ? എന്തിനി? ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. നീ എന്തിനാടി ആ പാത്തുവിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഇനി നീ ദേഷ്യം പിടിപ്പിക്കുമോ? അയ്യോ, ദേ ഇലാനങ്ങുന്നു. നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ നിന്നെ കടിച്ചു തിന്നും. അയ്യോ ഇല്ല, ഇനി ഞാനൊന്നും ചെയ്യില്ല. എന്നെ ഒന്നും ചെയ്യരുത്. എങ്കിൽ വേഗം ഓടിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഇലയിലിട്ട് ചുട്ട് കരിച്ചു കളയും. അയ്യോ, ചുട്ട് കരിച്ചു കളയുമെന്നോ? എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോയിക്കോളാം. അയ്യോ, രക്ഷിക്കണേ. പോയോ? എന്നോടാണ് തള്ളേന്റെ കളി.
പാത്തോന്റെ അടുത്ത് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അയ്യോ, ശരിക്കും എന്താണ് ഞാൻ അവിടെ കണ്ടത്? വല്ല പ്രേതത്തിനെയോ ഭൂതത്തിനെയോ ആണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹോ, തലചുറ്റിയിട്ട് വയ്യ. കുറച്ചു നേരം ഇവിടെ കിടക്കാം. ഹോ, സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഇവിടെ ഉറങ്ങാം. മനുഷ്യന്റെ നല്ല ജീവനാണ് പോയത്. ഹലോ. അയ്യോ, പ്രേതം പ്രേതം. മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത്? പ്രേതമോ? എവിടെ പ്രേതം? മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത്? ഓ, പിങ്കി, നീയായിരുന്നോ ഇത്? ഞാൻ വിചാരിച്ചു പ്രേതമാണെന്ന്. ഹോ, മുത്തശ്ശി വല്ല സ്വപ്നവും കണ്ടതാണോ? അതെ മോളെ, ഞാനൊരു സ്വപ്നം കണ്ടതാണ്. എന്റെ മുത്തശ്ശി പട്ടാപ്പകൽ കിടന്നുറങ്ങിയിട്ട് ഓരോ സ്വപ്നവും കൊണ്ട് കുത്തിരിക്കുന്നു. അത് പിന്നെ മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹേ, കാര്യമോ? എന്ത് കാര്യം? മുത്തശ്ശി എന്തിനിങ്ങനെ പേടിക്കുന്നത്? എന്താണെങ്കിലും പറയൂ. അത് പിന്നെ കുട്ടി, ഞാൻ ആ തൊടി അടിച്ചു വരാൻ പോയതായിരുന്നു. അവിടെ നിറയെ കാട്ടമുണ്ടായിരുന്നു. അത് മുഴുവൻ അടിച്ച് ഞാൻ ഒരു ഭാഗത്ത് കൂട്ടി. എന്നിട്ട് ഇവിടെ ഒരു ജോലിക്കാരിയില്ലേ, പാത്തു, അവളോട് അത് അടിച്ച് കത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഞാനൊരു ശബ്ദം കേട്ടു. ശബ്ദമോ? എന്ത് ശബ്ദം? അതൊരു പ്രേതത്തിന്റെ ശബ്ദമായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഭൂതം, കരിയില ഭൂതം. എന്ത്? കരിയില ഭൂതമോ? അങ്ങനെ ഒരു ഭൂതമുണ്ടോ? അതേ മോളെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാൻ ഇവിടുത്തെ തൊടിയിൽ കരിയില ഭൂതത്തെ കണ്ടു. ഈ മുത്തശ്ശി വെറുതെ ഓരോന്ന് പറയുകയാ. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും ഇവിടെ ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല മോളെ, സത്യമാ ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ കണ്ടു. ശരിക്കും മുത്തശ്ശി എന്താ കണ്ടത്? അവിടെ ആ കരിയിലയുടെ ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കണ്ടു ഞാൻ. ആ കരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് കണ്ടു ഞാൻ. സത്യമാണോ പറയുന്നത് മുത്തശ്ശി? അതേ മോളെ, സത്യമാണ് പറയുന്നത്. ഹോ, ഇനി ഇത് ജിംബുവിന്റെ പണിയായിരിക്കുമോ? ജിംബു ഞാൻ പറയാതെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതാരുടെ പണിയായിരിക്കും? മോളെ പിങ്കി, നീ എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല മുത്തശ്ശി. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അനുഭവം ഇവിടെ ഉണ്ടോ? ഇല്ല മുത്തശ്ശി, ഇതുവരെ ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്റെ മുത്തശ്ശി വെറുതെ പേടിക്കണ്ട. അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളും കാണേണ്ടതല്ലേ. എനിക്ക് തോന്നിയതായിരിക്കുമോ? തോന്നിയതായിരിക്കും. മുത്തശ്ശി പേടിക്കാതിരിക്കെ. ഞാനൊന്ന് ചെന്ന് അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ, എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഒരു ഭൂതമുണ്ടെങ്കിൽ എനിക്കും കാണണ്ടേ? വേണ്ട കുട്ടി, നീ ഒറ്റക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. അയ്യോ, എന്റെ മുത്തശ്ശി ഇങ്ങനെ പേടിക്കാതെ. അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഞാനെങ്ങും ഇവിടെയൊന്നും ഒരു കരിയില ഭൂതത്തെ കാണുന്നില്ലല്ലോ. എന്നാലും എന്തായിരിക്കും മുത്തശ്ശി കണ്ടത്? എന്ത് കണ്ടിട്ടാണാവോ മുത്തശ്ശി പേടിച്ചത്? ഇനി മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാണോ? എന്തായാലും ഒരു കാര്യം ചെയ്യാം. ജിംബുവിനോട് ചോദിച്ചു നോക്കാം. അവൻ അറിയാൻ പറ്റുമല്ലോ എന്താ സംഭവിച്ചതെന്ന്. അവനെ വിളിക്കാം. ജിംബൂംബ, ജിംബാലു ജിംബു വരട്ടെ. ഹായ്, ജിംബു വന്നേ. കൽപ്പിച്ചാലും ഹുസൂർ. ജിംബു, നിന്നോടൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് ഞാൻ. സംശയമോ? എന്ത് സംശയം? എന്താണെങ്കിലും ചോദിച്ചോളൂ പിങ്കി. ജിംബു, മുത്തശ്ശി തൊടി അടിച്ചു വരുമ്പോൾ അവിടെ എന്തോ കരിയില ഭൂതത്തെ കണ്ടു എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് മുത്തശ്ശി ആകെ പേടിച്ചിരിക്കുകയാ. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ശരിക്കും മുത്തശ്ശി എന്താ കണ്ടത്? അങ്ങനെ ഒരു ഭൂതമുണ്ടോ? അതാണോ കാര്യം? പിങ്കി, കരിയില ഭൂതമൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ എവിടെയും ഇല്ലാതെ. ഇവിടെ ഇല്ലേ? അപ്പൊ മുത്തശ്ശി എന്തിനാണ് കണ്ടത്? മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നത്? പിങ്കി, അത് നിന്റെ മുത്തശ്ശിയെ പാത്തുമ്മ പറ്റിച്ചതാണ്. പാത്തുമ്മയാണ് കരിയില ഭൂതത്തിന്റെ വേഷം കെട്ടിയത്. എന്നിട്ടത് കണ്ടിട്ട് മുത്തശ്ശി പേടിച്ചോടിയതാണ്. അപ്പൊ പാത്തുമ്മയുടെ പണിയാണിതല്ലേ? അതെ പിങ്കി, ഇത് പാത്തുമ്മയുടെ പണിയാണ്.
പാവം മുത്തശ്ശി ആകെ പേടിച്ചിരിക്കുകയാണ്. ദാ നോക്ക് ജിംബു, അതാരാ വരുന്നതെന്ന്. ആഹാ, രണ്ടാളും കൂടി ഇവിടെ നിന്ന് സൊറ പറയുകയാണോ? അതെ പാത്തുമ്മ, ഞങ്ങളെ ഒരു കരിയില ഭൂതത്തിന്റെ കിസ്സ പറയുകയായിരുന്നു. കരിയില ഭൂതത്തിന്റെ കിസ്സയോ? അതെ, പാത്തുമ്മ കേട്ടിട്ടുണ്ടോ ഈ കരിയില ഭൂതത്തെ പറ്റി? അയ്യോ, ഞാൻ കരിയില ഭൂതമായി പേടിപ്പിച്ച വിവരം ഇവരറിഞ്ഞെന്ന് തോന്നുന്നു. കീഴടങ്ങുന്നതാണ് എനിക്ക് നല്ലത്. ജിംബുവിനെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. എന്താ പാത്തുമ്മ ഒന്നും മനങ്ങാതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ കരിയില ഭൂതം ആരാണെന്ന്? എന്റെ പാത്തുമ്മ, ജിംബുവിനോടാണോ കളി? പാത്തുമ്മയുടെ എല്ലാ കള്ളത്തരവും ജിംബു കണ്ടുപിടിച്ചു. അതില്ലേ മോളെ പിങ്കി, എൻ്റെ അമ്മമ്മക്ക് കുറുമ്പ് കുറച്ച് കൂടുതലാ. ഞാനൊന്ന് പേടിപ്പിച്ച് വിട്ടതാണ്. മനസ്സിലായി മനസ്സിലായി. ആ പാവമുണ്ടകത്ത് പേടിച്ച് വിറച്ച് കിടക്കുന്നു. ഒരു പേടി നല്ലതാണ്. എൻ്റെ അമ്മുമ്മ തൊട്ടതിനും എടുത്തതിനും എൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നു. എന്നോടാണോ കളി? ഞാൻ ആരാ മോള്? ഈ ജിംബു ഉള്ളത് കൊണ്ട് കള്ളനെ കയ്യോടെ പിടികൂടാൻ പറ്റി. അല്ലെങ്കിൽ ഞാനും പേടിച്ചേനെ. നീയേ ഈ രഹസ്യം ആരോടും പറയണ്ട കേട്ടോ പിങ്കി. ഇല്ല ഇല്ല, അമ്മുമ്മക്കെങ്ങാ തിരിഞ്ഞാലേ പാത്തുമ്മയുടെ പരിപ്പെടുക്കും. അല്ലോ പിങ്കി, നീ അമ്മുമ്മയോട് പറയല്ലേ. പേടിക്കണ്ട പാത്തുമ്മ, ഞാൻ ആരോടും പറയില്ല. ശരി, എന്നാൽ എനിക്ക് അപ്പുറത്ത് കുറച്ച് ജോലിയുണ്ട്. പാത്തുമ്മ ആള് പാവമാണ്. മുത്തശ്ശി ചീത്ത പറഞ്ഞിട്ട് ചെയ്തതായിരിക്കും. ഓ, ഈ അമ്മച്ചി കൊച്ചമ്മ ഇവിടെ ഇരിക്കുകയാണോ? എന്ത് പറ്റിയെന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നത് പേടിച്ചിട്ടിരിക്കുകയാണെന്നാണ്. കൊച്ചമ്മേ, എന്താ സുഖമില്ലേ? ഹേയ്, ഒന്നുമില്ലടി. അല്ല, കൊച്ചമ്മയുടെ മുഖം കണ്ടിട്ട് എന്തോ പോലെ ഉണ്ടല്ലോ. വയ്യാത്തത് പോലെയാണല്ലോ ഉള്ളത്. എന്താ, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല ഒന്നുമില്ല. അല്ല അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും പറയൂ. ഡീ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിലും എന്റെ എല്ലാ കാര്യവും നിന്നോട് പറയണോ? നീ ആരടി എന്നോട് ചോദിക്കാൻ? നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലേ? അല്ലോ, അത് പിന്നെ അവള് കാര്യം അന്വേഷിച്ച് വന്നിരിക്കുന്നു. നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലടി? ഉണ്ട്. ഉണ്ടെങ്കിൽ പണി പോയിട്ട് തീർക്ക്, അല്ലാണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുകയല്ല വേണ്ടത്. മനസ്സിലായോടി? ആ, മനസ്സിലായി മുത്തശ്ശി. മുത്തശ്ശിയോ? ആരാടി നിന്റെ മുത്തശ്ശി? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലടി എന്നെ മുത്തശ്ശിന്ന് വിളിക്കരുതെന്ന്. നീ പിന്നെയും മുത്തശ്ശിന്ന് വിളിക്കുമോ? വിളിക്കുമോ എന്ന്? അല്ലോ, ഇല്ല കൊച്ചമ്മേ, അറിയാതെ വിളിച്ചു പോയതാണ്. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല. എന്നാ കയറി പോടി അകത്തേക്ക്. പോയി വല്ല പണിയും നോക്ക്. അവള് വിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. അയ്യേ, ഇവരെന്താ ഇങ്ങനെ? കുറച്ചു മുമ്പല്ലേ പേടിച്ച് വിറച്ചത്? പേടിയൊക്കെ പോയോ? ഞാൻ പേടിപ്പിച്ചത് വെറുതെ ആയോ? ശ്ശേ, വായിലുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വന്നു. ആകെ നാണക്കേടായി. ഭാഗ്യം ആരും കണ്ടില്ല ചീത്ത പറയുന്നത്. ഓ, ആ കിളവിയുടെ വായിലുള്ള മുഴുവൻ കേട്ടിട്ടൊരു സുഖവും ഇല്ലല്ലോ. ആ കിളവിയ ഭൂതമല്ല, ശരിക്കും പ്രേതമാണ് വന്ന് പിടിക്കേണ്ടത്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു പണി ആ കിളവിക്ക് കൊടുക്കണം. എന്ത് പണിയാണ് കൊടുക്കുക? ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഇവിടെ ഇരുന്നേ ആലോചിക്കാം. പാത്തുമ്മ, എന്തോന്നാ പാത്തുമ്മ ഇരുന്ന് ആലോചിക്കാൻ പോകുന്നത്? നീയോ? പാത്തുമ്മ എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ പോവുകയാണല്ലോ. എന്താ, എന്തു പറ്റി? ഹേയ്, അതൊന്നുമില്ല. അല്ല അല്ല, എന്തോ കാര്യമുണ്ട്. എനിക്ക് പിടികിട്ടി. പിടികിട്ടിയെന്നോ? എന്ത് പിടികിട്ടിയെന്ന്? പാത്തുമ്മ മുത്തശ്ശിക്കിട്ട് വേറെന്തോ പണി കൊടുക്കാൻ പോകുന്നതല്ലേ. എനിക്കൊക്കെ മനസ്സിലായി. ഡഗഡഗാ. അമ്പടി കേമി, വെറുതെ നീ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, സത്യം അതല്ലേ. നിന്റെ മുത്തശ്ശിക്ക് ഇതെന്തൊരു ദേഷ്യമാടി. എന്നോട് വെറുതെ ചൂടാവുന്നു. എനിക്കത് സഹിക്കുന്നില്ല.
എന്റെ പാത്തുമ്മ, അത് മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടറാണ്. അത് കണ്ടു അറിഞ്ഞങ്ങ് നിന്നാ മതി. അല്ലാതെ മുത്തശ്ശി പാവമാണ്. എന്നെ എന്റെ പുയ്യാപ്പിളൊക്കെ വരെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ മുത്തശ്ശി എന്ത് ചീത്ത പറയലടി? പാത്തുമ്മ പേടിക്കണ്ട, മുത്തശ്ശി പോന്ന വരെയല്ലേ മുത്തശ്ശിയെ സഹിക്കണ്ടോ? അതപ്പ അതിനെന്റെ മുത്തശ്ശി പോന്നത്? അതിന് മുത്തശ്ശി പോന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ തീരുമാനിക്കാത്ത കാര്യമാണോടി നീ ഇവിടെ വിളിച്ചു കൂവുന്നത്? മനുഷ്യൻ വെറുതെ കൊതിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഒക്കെ പാത്തുമ്മാന്റെ വിധി. ഓ, ഓളൊരു ഒലക്കയമേലത്തെ കാര്യം പറയാൻ വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഒലക്ക കൊണ്ട് അടിക്കുകയാ വേണ്ടത്. അയ്യോ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നുണ്ടല്ലോ. ആ കരിയില ഭൂതം ഇനി ഇവിടെയും വരുമോ? പിള്ളേരെ ആരെങ്കിലും കൂടെ കിടത്താൻ വിളിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ ആകെ നാണക്കേടല്ലേ. അയ്യോ, എന്താണ് ആ ശബ്ദം? ഡോറൊക്കെ തനിയെ അടിയുന്നുണ്ടോ? ഇനി ആ ഭൂതം എങ്ങാനും ഇങ്ങോട്ട് വരുന്നതായിരിക്കുമോ? ആ കിളവിത്തള്ള പേടിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഡോറടക്കുന്ന ശബ്ദമുണ്ടാക്കി ഒന്നും കൂടെ കിളവിയെ പേടിപ്പിച്ചാലോ? നല്ല രസമുണ്ടാകും. മെല്ലെ ചെന്ന് നോക്കാം. ആരാണത്? ആരാണ് അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കുന്നത്? ആരാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരൂ. പിങ്കി, മോളെ പിങ്കി, നീയാണ് അവിടെ ഉള്ളത്? കമലേ, അപ്പുസേ, കുഞ്ചുസേ, നിങ്ങൾ ആരെങ്കിലും ആണോ അത്? അയ്യോ, അവിടെ ഒരു നിഴൽ പോലെ ഉണ്ടല്ലോ. എന്താണത്? കരിയില ഭൂതം തന്നെ. അയ്യോ, ഇവിടെ നിന്ന് മോടി രക്ഷപ്പെടാം. അയ്യോ മുത്തശ്ശി, എന്റെ തല. മുത്തശ്ശി, ഇത് എങ്ങോട്ടേക്കാ ഈ ഇരുട്ട് തോടുന്നത്? മോളെ പിങ്കി, നീ വന്നോ? മോളെ പിങ്കി, മുത്തശ്ശി അവിടെ ഒരു നിഴൽ കണ്ടു. നിഴലോ? എവിടെ? ദാ ഈ ഡോറിന്റെ അടുത്ത്. അയ്യോ മുത്തശ്ശി, അത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ നിഴലാണ്. മുത്തശ്ശിയല്ലേ എന്നെ വിളിച്ചത്? അതെ മോളെ, ഞാൻ തന്നെയാ വിളിച്ചത്. മുത്തശ്ശി എന്തിനിങ്ങനെ പേടിക്കുന്നത്? അത് പിന്നെ മോളെ, ഞാൻ വിചാരിച്ചു അവിടെ കരിയില ഭൂതമുണ്ടെന്ന്. ഈ മുത്തശ്ശിക്ക് വട്ടായോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാണ്. വെറുതെ ഓരോന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ല മോളെ, ശരിക്കും ഞാൻ അവിടെ എന്തോ കണ്ടു. കുന്തം. എന്റെ മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് പോയി കിടന്നുറങ്ങ്. അവിടെ ആരുമില്ല. സത്യമാണോ നീ പറയുന്നത്? അതെ മുത്തശ്ശി, സത്യമാണ് പറയുന്നത്. വേണമെങ്കിൽ മുത്തശ്ശിക്ക് ഞാൻ ഇവിടെ കൂട്ടിന് കിടന്നു തരാം. എന്നാ അതാ നല്ലത്. മോളെ, നീ ഇന്ന് ഇവിടെ കിടന്നോ? ഓ, ഇങ്ങനെയും ഒരു പേടി തൂറി. ശരി, എങ്കിൽ വാ, നമുക്ക് കിടക്കാം. ദാ പിങ്കി, നീ കേൾക്കുന്നില്ല വീണ്ടും ആരോ ഡോർ അടക്കുന്നത്? ഉണ്ട്, അത് കാറ്റ് തടയുന്നതായിരിക്കും. അല്ല മോളെ, കാറ്റൊന്നും മടിക്കുന്നില്ല. നീ പുറത്തേക്ക് നോക്ക്. അവിടെ എന്തോ ഉണ്ട്. അവിടെ എന്തുണ്ടാവാനാ? അയ്യോ, എന്താ എന്താ അവിടെ? എന്താ പിങ്കി, എന്താ നീ അവിടെ കണ്ടത്? അയ്യോ മുത്തശ്ശി, അവിടെ 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 എന്താണുള്ളത്? അവിടെ അവിടെ ഞാനൊരു കറുത്ത രൂപത്തെ കണ്ടു. എന്ത് കറുത്ത രൂപമോ? എന്നാൽ അത് കരിയില ഭൂതം തന്നെ. കരിയില ഭൂതമോ? അതെ മോളെ, അതിനെയാണ് ഞാനിന്ന് തൊടിയിൽ നിന്നും കണ്ടത്. കറുത്ത ഒരു രൂപം. അയ്യോ മുത്തശ്ശി, ഇതൊന്നുമല്ല. തന്നെ മോളെ, അത് തന്നെയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. അല്ല മുത്തശ്ശി, ഇത് ഞാൻ കറുത്ത കരിയില ഒന്നുമല്ല കണ്ടത്. ഒരു കറുത്ത മനുഷ്യനെയാണ്. കറുത്ത മനുഷ്യനെയോ? കറുത്ത ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് നീങ്ങുന്നതാണ് ഞാൻ കണ്ടത്. അത് മാത്രമല്ല, വല്ല ഭൂതവുമാണെങ്കിൽ അതിനിങ്ങകത്തേക്ക് വന്നുകൂടെ? ഇതേതോ കള്ളനാണെന്ന് തോന്നുന്നു. എന്ത് കള്ളനോ? നീ എന്നാ കമലയെ വിളിക്ക്. വേഗം വാ, നമുക്ക് അപ്പുറത്തേക്ക് ചെന്ന് നോക്കാം. മമ്മി, മമ്മി. കമലേ, നീ ഇങ്ങോട്ടേക്ക് വാ. അല്ല, ഈ മണ്ടികൾ രണ്ടും ഇതെങ്ങോട്ടേക്കാണ് ഓടുന്നത്? അവരെന്തിനാ കമലയെ വിളിച്ചു കൂവുന്നത്? ഞാൻ ആകെ ഒരു ഡോറല്ലേ അടച്ചിട്ടുള്ളൂ. അത് കണ്ടിട്ട് ഇവർ ഇത്രയും പേടിച്ചു പോയോ?
ഇത്രയും വലിയ പേടിത്തൂറികളാണോ ഇവര്? അയ്യയ്യയ്യേ, ആകെ നാണക്കേട്. എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. അല്ല, ഈ പായിലാക്കി ഇടത്തേക്ക് നിങ്ങൾ രണ്ടാൾ ഓടുന്നത്? പാത്തുമ്മ, അത് പിന്നെ അവിടെ അവിടെ എന്തോന്നടി? അവിടെ അവിടെ ഞാൻ ഒരാളെ കണ്ടു, ഒരു കറുത്ത രൂപമുള്ള ഒരാളെ. അത് മാത്രമല്ല, ഞാൻ അവിടെ ഒരു ശബ്ദവും കേട്ടു. എടി മണ്ടി പിങ്കി, അത് ഞാൻ വെറുതെ വാതിലടച്ചതാണ്, നിന്റെ ഈ മുത്തശ്ശിയെ പേടിപ്പിക്കാൻ. ഞാനാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത്. അത് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? നീയും നിന്റെ മുത്തശ്ശിയെ പോലെ തന്നെ വെറും പേടിത്തൂറിയാണല്ലേ? അയ്യോ അല്ല പാത്തുമ്മ, അതൊന്നുമല്ല ഇത്. പിന്നെ സത്യമാ ഞാനീ പറയുന്നത്. ഞാൻ അവിടെ ഒരു കറുത്ത രൂപത്തെ കണ്ടു. ഇനി ഇവള് പറഞ്ഞത് സത്യമായിരിക്കുമോ? എന്തോന്നാ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? എന്താ, എന്തു പറ്റി? എല്ലാരും എന്താ ഉറക്കത്തെണീച്ച് നടക്കുന്നത്? നിങ്ങൾക്കാർക്കും ഉറക്കമില്ലേ? അതല്ല മമ്മി, മുത്തശ്ശിയുടെ അകത്തെ ജനലിന്റെ അടുത്ത് നിന്ന് ഞാനൊരു കറുത്ത രൂപത്തെ കണ്ടു. ഒലക്ക, നിനക്കേ നിന്റെ മുത്തശ്ശിയുടെ സ്വഭാവമാ കിട്ടിയത്. തൊട്ടതിനും എടുത്തതിനും പേടി. നിന്റെ മുത്തശ്ശി വെറും പേടിത്തൂറിയാ. ഒരു പൂച്ച അതിലോട്ടെ പോയാൽ മതി മുത്തശ്ശിക്ക് പേടിക്കാൻ. കറുത്ത രൂപം, നിനക്ക് വേറൊന്നും പറയാനില്ലേ പിങ്കി? അല്ല മമ്മി, സത്യമാ ഞാൻ പറയുന്നത്. ഞാൻ അവിടെ കണ്ടു. കമല്, അവള് പറഞ്ഞ സത്യമാ, ഞാനും കണ്ടു. അമ്മ കണ്ടോ കറുത്ത രൂപത്തെ? അത് പിന്നെ കറുത്ത രൂപത്തെ ഞാൻ കണ്ടില്ല. ഞാൻ ശബ്ദമാ കേട്ടത്, ഡോർ തുറക്കുന്ന ശബ്ദം. അല്ലാതെ അമ്മ കറുത്ത രൂപത്തെ കണ്ടില്ലല്ലോ? ഇല്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇവൾക്ക് വെറുതെ തോന്നിയതാവും. ഈ പിങ്കിക്ക് തോന്നൽ കുറച്ച് കൂടുതലാ. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. നിങ്ങളോടാ പോയി കിടക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ പറച്ചൽ കേട്ടാത്തൊന്നും ഇവിടെ വല്ല ഭൂതവും പ്രേതവും ഉണ്ടെന്ന്. ഒരു കാര്യം ചെയ് പിങ്കി, നീ മുത്തശ്ശിയുടെ കൂടെ കിടന്നോ? അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടക്കൂ, എനിക്ക് പേടിയാ. എങ്കിൽ സമയം കളയാതെ പോയി കിടന്നുറങ്ങ്. കറുത്ത രൂപമാണ് പോലും രൂപം. പിങ്കി, അനക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ കൂടെ ഞാൻ വന്ന് കിടന്നു തരാം. ഓ, അല്ലാണ്ട് പാത്തുമ്മക്ക് പേടിയൊന്നുമായിട്ടല്ല അല്ലേ? ഹേയ്, പേടിയോ? എനിക്കോ? എനിക്കൊരു പേടിയുമില്ല. നിനക്ക് ഞാനൊരു സഹായം ചെയ്തു തരാൻ നോക്കുമ്പോൾ പിന്നെ എനിക്കൊരു പേടിയുമില്ല. വാ മോളെ പിങ്കി, നമുക്കകത്ത് പോയി കിടക്കാം. അയ്യോ മുത്തശ്ശി, പോകാതെ, എന്നെയും കൂട്ട്. അല്ലോ, എല്ലാരും പോയോ? പേടിയില്ലെന്നൊക്കെ അവരുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചതായിരുന്നു. ഇതിപ്പോ എല്ലാം കൂടെ എനിക്ക് തന്നെ പണിയായോ? എനിക്ക് പേടിയാവുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ സോഫയമ്മ കിടന്നാലോ? ഇവിടെ കിടക്കുന്നതാ ബുദ്ധി. ഇവിടെയാകുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആൾ ഓടിയെത്തും. ഇനി വല്ല ഭൂതവോ പ്രേതവും ആണെങ്കിലോ? ഒറ്റയ്ക്ക് കിടക്കാനേ എനിക്കും പേടിയാ. ഇനി ആ കരിയില ഭൂതമെങ്ങാൻ വന്നതായിരിക്കുമോ? ശബ്ദമല്ലേ ആ കേട്ടത്? ആ ഭൂതം വീണ്ടും വന്നോ? പഠിച്ചോനെ, എനിക്ക് എന്തൊരു അബദ്ധമാണ് പറ്റിയത്. ഞാൻ വെറുതെ ഇന്ന് കരിയില ഭൂതത്തെ പറഞ്ഞ് പേടിപ്പിച്ചു. അവസാനം പണി എനിക്ക് തന്നെ കിട്ടുമോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതിപ്പോൾ വന്നെന്നെ കടിച്ചു തിന്നും. അല്ലോ പിങ്കി, മോളെ പിങ്കി, ഒന്നിങ്ങോട്ടേക്ക് വാടി. എന്നെ ഇപ്പോൾ ഭൂതം തിന്നുമല്ലോ. എന്തോന്നാ പാത്തുമ്മ, ഉറക്കത്തെണീച്ചിട്ട് എന്നെ മങ്കീന്ന് വിളിക്കുന്നോ? നിങ്ങളെങ്ങോട്ട് വലിയ ശല്യമായല്ലോ. എന്തെന്നാ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഒറ്റ പോയി കിടന്നാ പോരെ? വെറുതെ മനുഷ്യൻ ഉറക്കത്ത് വിളിച്ച് മങ്കീന്ന് വിളിക്കുന്നു. അയ്യോ മോളെ മങ്കി, അതല്ല. ഓ, പിന്നെ മങ്കീന്ന് വിളിക്കുന്നോ? നിങ്ങൾ എന്തെന്നാ ഞാൻ വേണ്ടത്? അയ്യോ സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോളെ, പുറത്തു നിന്ന് ആരോ ബെല്ലടിക്കുന്നു. ഓ, ഈ പാത്തുമ്മ നേരത്തെ കാര്യവും ആലോചിച്ച് കിടന്നിട്ട്
സ്വപ്നം കണ്ടതായിരിക്കും. അല്ല മോളെ പിങ്കി, സത്യമാ. സത്യമാണെന്നോ? എന്ത് സത്യം? അതാ പിങ്കി, നീ എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? അല്ലോ, നമുക്ക് പേടിയാവുന്നു. പിങ്കി മോളെ, ആ കരിയില ഭൂതം ഇങ്ങെത്തി. നമ്മളെങ്ങാനാ കരിയില ഭൂതം തിന്ന നമ്മളെ വീട്ടിൽ പോയി പറയണം നമ്മളൊരു ഭൂതം പിടിച്ചു എന്ന്. എനിക്ക് പേടിയാവുന്നു. അതാ മോളെ പിന്നെ ആ ശബ്ദം കേൾക്കുന്നു. എന്റെ പാത്തുമ്മ, അത് ഈ മുത്തശ്ശി കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. എന്ത്? കൂർക്കം വലിക്കുന്ന ശബ്ദമോ? അതെ, മുത്തശ്ശിക്ക് ഉറക്കത്ത് കൂർക്കം വലിക്കുന്ന സ്വഭാവമുണ്ട്. വെറുതെ ഓരോന്നും ആലോചിച്ചിട്ട് നിൽക്കും. ഈ ശബ്ദമായിരിക്കും പാത്തുമ്മ കേട്ടത്. അല്ല പെണ്ണെ, എന്റെ മുത്തശ്ശി എന്താ ബെല്ലടിക്കുന്നത് പോലെയാണോ കൂർക്കം വലിക്കുക? ഞാൻ അതൊന്നല്ല കേട്ടത്, ബെല്ലടിക്കുന്ന ശബ്ദം തന്നെയാ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു ചവിട്ടം കിട്ടുകൊടുത്താലോ? ഒരു കൂർക്കം വലിയും കൊണ്ട് വന്നിരിക്കുന്നു. ഓ, കിടത്തം കണ്ടാലേ കരിയില ഭൂതം നേരിട്ട് വന്നാൽ പോലും അറിയില്ല. നിങ്ങൾ ഇത് പറയാനാണോ പായരാക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ പെണ്ണ്, എനിക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ വന്നതെന്ന്? എന്നോടല്ലേ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞത് പുറത്തു നിന്നാരോ ബെല്ലടിക്കുന്നുണ്ട് എന്ന്? എന്റെ പാത്തുമ്മ, അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. എനിക്കൊരു തോന്നലും തോന്നിയതല്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നീ അവിടെ പോയി കിടക്ക്, ഞാൻ ഇവിടെ കിടക്കാം. ആഹാ, കൊള്ളാലോ നിങ്ങളെ ബുദ്ധി. അല്ല പിന്നെ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എടി പിങ്കി, ഞാനിവിടെ തറയിലെങ്ങാൻ കിടന്നോളാം. സത്യമായിട്ടും എനിക്ക് പേടിയാടി. ഓ, ഈ പാത്തുമ്മാനെയും കൊണ്ട്. എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങളും അവിടെ കിടന്നോ. ആ, നല്ല മോള്. ഹമ്പടെ കേമി, അവിടെയാണോ കാരി കിടന്നത്? ആ അതെ, ഇജ്ജി വേണമെങ്കിൽ നിലത്തെങ്ങാൻ പിരിച്ചു കിടന്നോ. ഹോ, ഈ മൂശയുടെ തള്ളയുടെ കൂർക്കം വലി കാരണം ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഹോ, എന്റെ പാത്തുമ്മ, നിങ്ങൾ അവിടെ കിടന്ന ഞാൻ എവിടെയാ കിടക്കുക? ഇജ്ജി എവിടെങ്കിലും പോയി കിടക്കടി പെണ്ണേ. അനക്ക് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ അങ്ങ് സോഫയമ്മ പോയി കിടക്ക്. ആഹാ, ഹമ്പട പുളിസോ, അങ്ങനെ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്കണ്ട. ഞാനും ഇവിടെ തന്നെയാ കിടക്കുന്നത്. എടി മങ്കി, എന്റെ മുടി അങ്ങോട്ട് മാറ്റി. എന്റെ മൂക്കിലിട്ട മുടി കുത്തുന്നത്. ആ, അതൊക്കെ സഹിച്ചു വേണം ഇവിടെ കിടക്കാൻ. എന്നാലും അതാരായിരിക്കും ബെല്ലടിച്ചത്? ഓ, അത് നിങ്ങളെ മാപ്പിള. നിങ്ങളോടാ മിണ്ടാണ്ട് വായും പൂട്ടി കിടക്കാൻ പറഞ്ഞത്. അതെവിടുന്നൊരു ശബ്ദം? എന്തോന്നാ ഈ മണക്കുന്നത്? അയ്യേ, എന്താ നാറ്റമായത്? ഇതാരാ ഇവിടെ കിടക്കുന്നത്? എടി മൂദേവി. അയ്യോ, മുത്തശ്ശി എഴുന്നേറ്റോ? ഹോ, അവളുടെ ഒരു കിടത്തം കണ്ടില്ലേ? ഇവൾ ഇവിടെയാണോടി കിടന്നത്? ആരോട് പറഞ്ഞിട്ടാടി ഇവൾ എന്റെ അടുത്ത് കിടന്നത്? എടി എഴുന്നേൽക്കടി ചക്കപ്പോത്തെ. ഏ, അതാ രാവിലെ തന്നെ ചക്കപ്പുഴുക്കിന്റെ കാര്യം പറയുന്നത്. ഇന്നിവിടെ ചക്കപ്പുഴുക്കാണോ? ഓ, കുറെ ദിവസമായി ചക്കപ്പുഴുക്ക് തിന്നണമെന്ന് വിചാരിക്കുന്നു. ചക്കപ്പുഴുക്കല്ലടി മരപ്പോത്തെ. അതെവിടുന്ന ഒരു വൃത്തികെട്ട ശബ്ദം? ഞാനിതെവിടെയാ ഉള്ളത്? ഉഗാണ്ടേലി. നിന്നോടടി പറഞ്ഞത് എഴുന്നേൽക്കാൻ. അല്ലോ, നമ്മളിത് എവിടെയാ ഉള്ളത്? ഇതെങ്ങനെ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങൾ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഹോ, അപ്പൊ ഞാൻ ഇവിടെ വന്ന് കിടന്നെന്നാണോ നീ പറയുന്നത്? നീ അല്ലടി എന്റെ അടുത്ത് വന്ന് കിടന്നത്. നിന്നോടാരാടി പറഞ്ഞത് ഇവിടെ വന്ന് കിടക്കാൻ? അങ്ങനെയായിരുന്നോ? നീ ആരോട് ചോദിച്ചിട്ടാടി എന്റെ കൂടെ ഇവിടെ വന്ന് കിടന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഇന്നലെ രാത്രി. എടി, വായും പൊളിച്ച് നിൽക്കാതെ കാര്യം പറഞ്ഞു കൊടുക്ക്. അത് പിന്നെ മുത്തശ്ശി, ഇന്നലെ രാത്രി പുറത്ത് നിന്ന് ആരോ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞ് പാത്തുമ്മക്ക് പേടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നതാണ്. അതിന് ഇവിടെ തന്നെ വന്ന് കിടക്കണോ? ഇവിടെ വേറെ എത്രയോ സ്ഥലമുണ്ട്, അവിടെ പോയി കിടന്നാ പോരെ? അല്ല, നിങ്ങൾ എന്ത് ഭർത്താനായി പറയുന്നത്? അതിന് വേറെ എവിടെയും ആളില്ലല്ലോ, ഇവിടെയല്ലേ ആളുള്ളൂ. താർക്കുത്തരം പറയുന്നോടി. വേലക്കാരി ആയാലേ വേലക്കാരിന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ കൊച്ചമ്മ ചമയരുത്. നിന്നോടാ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞത്. അയ്യോ വേണ്ട മുത്തശ്ശി, പാവം പാത്തുമ്മയെ ചീത്ത പറയണ്ട. നിങ്ങളൊക്കെ കൂടിയിട്ടാ ഇവക്കിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. കൊത്തി ഇവളിപ്പോ മുറത്തക്കാരിയല്ലേ കൊത്തുന്നത്. എടി, പോയി അടുക്കളത്തെ ജോലി മുഴുവൻ ചെയ്തു തീർക്ക്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. പാവം പാത്തുമ്മ. മുത്തശ്ശി എന്തിനാ പാത്തുമ്മ ഇങ്ങനെ ചീത്ത പറയുന്നത്? പാത്തുമ്മ പാവമാണ്,
ഞങ്ങൾക്കെല്ലാം പാത്തുമ്മയെ ഇഷ്ടമാണ്. ഓ, അവളുടെ ഒരു കിന്നാരം പറച്ചിൽ എനിക്ക് കണ്ണെടുത്താ കണ്ടൂട അവളെ. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. ഒരു പാത്തുമ്മ വന്നിരിക്കുന്നു. പോത്തുമ്മയാ, പോത്തുമ്മ. പോത്ത് എന്നുള്ള പേര് അവൾക്ക് ചേരുക. ഈ മുത്തശ്ശിയും കൊണ്ട് വലിയ ശല്യമായല്ലോ. പാത്തുമ്മയെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. മുത്തശ്ശീനിയാ ഇവിടുന്ന് കെട്ടിക്കേണ്ടത്, അല്ലാണ്ട് പാത്തുമ്മാനെ അല്ല. പാവം എന്ത് ചെയ്യുന്നു എന്ന് ചെന്ന് നോക്കാം. അയ്യോ, ദേ അവിടെ വിഷമിച്ച് നിൽക്കുന്നു. പാത്തുമ്മ, പാത്തുമ്മ. എന്താ മോളെ പിങ്കി? അയ്യോ പാത്തുമ്മ, നിങ്ങൾക്ക് വിഷമമായോ? ആ മോളെ, വിഷമമായി. എന്തിനാ പാത്തുമ്മ വിഷമമായത്? മുത്തശ്ശി ചീത്ത പറഞ്ഞിട്ടാണോ? അല്ല മോളെ. ചീത്ത പറഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാ വിഷമമായത്? അത് പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചക്കപ്പുഴുക്കിന് ആഗ്രഹിച്ചു പോയി. അതില്ലാത്തതിന്റെ വിഷമം എനക്ക്. കുറച്ച് ചക്കപ്പുഴുക്ക് എവിടുന്നെങ്കിലും വേണമായിരുന്നു. ഈ പാത്തുമ്മാന്റെ ഒരു കാര്യം, ഇവിടുന്ന് ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയുന്നു. അല്ല മോളെ, ചക്കയും മാങ്ങയും ഒന്നുമല്ല, ചക്കപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്. ഒലക്ക, നിങ്ങൾക്ക് മുത്തശ്ശിന്റെ അടുത്തുനിന്നേ ചീത്തയല്ല കൊള്ളേണ്ടത്, തല്ല കൊള്ളേണ്ടത്. രാവിലെ തന്നെ ചക്കപ്പുഴുക്കും കൊണ്ട് വന്നിരിക്കുന്നു. ഇതുമല്ലുണ്ടല്ലോ ചക്ക. ഇന്ന് എന്തായാലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. എത്ര കാലമായി ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട്, കഴിക്കാൻ കൊതിയാവുന്നു. നല്ല രുചിയുണ്ടാകും. ചക്ക നല്ലോണം വട്ടയിലിട്ട് ഇളക്കി 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 പറയുമ്പോ തന്നെ നാവിൽ നിന്ന് വെള്ളം ഊറുന്നു. അല്ലോ, പക്ഷെ ചക്ക എങ്ങനെ പറിക്കും? പടച്ചോനെ, എനിക്ക് ചക്ക എത്തില്ലല്ലോ. ഇതെങ്ങനെ പറിക്കുമെനി? ഇവിടെ എവിടെയെങ്കിലും ഒരു കമ്പുണ്ടെങ്കിൽ സുഖമായിരുന്നു, അതുകൊണ്ട് തട്ടിയിടാൻ ചക്ക. പക്ഷെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആവശ്യത്തിന് ഒരൊറ്റ സാധനം എവിടെയും കാണില്ല. ഇനിയിപ്പോ കമ്പും പരതി എങ്ങോട്ട് പോകാനാ? കിട്ടിയല്ലോ ഒരു കമ്പ്, ഇതുകൊണ്ട് തള്ളിയിടാൻ ചക്ക. അല്ലോ പടച്ചോനെ, ഈ കമ്പ് പൊന്തുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ചക്ക തള്ളിയിടണം. അങ്ങനെ തന്നെ. ഈ വലിയ ചക്കക്ക് തന്നെ ഒരു കുത്തു കൊടുക്കാം. അതാവുമ്പോൾ കുറെ പുഴുക്ക് കഴിക്കാമല്ലോ. ഈ ചക്ക എന്താ പോരാത്തത്? എന്താ ചക്ക എനിക്കിത്ര വാശി? നീ എന്താ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ? നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ചക്ക വരുന്നുണ്ടേ. ചക്ക വീണല്ലോ. എന്താണ് ആ ശബ്ദം കേട്ടത്? അതെവിടുന്നാണ് ആ ശബ്ദം കേട്ടത്? ചക്ക വീണതല്ലാതെ വേറെന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഇനി ഈ ചക്കയുടെ ശബ്ദം തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ വീണ്ടും ബ്ലാക്ക് മാൻ വന്നോ? പടച്ചോനെ, ഇതത് തന്നെ. ഒന്നുകിൽ കരിമ്പൂതം, അല്ലെങ്കിൽ ബ്ലാക്ക് മാൻ. അല്ലോ, ആരാണ് ചിരിക്കുന്നത്? ഇവിടെ എങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. പിങ്കി, മോളെ പിങ്കി, ഒന്നിങ്ങോട്ടേക്ക് ഓടി വാ. അല്ലോ, വീണ്ടും ആ ചിരി കേൾക്കുന്നുണ്ടല്ലോ. ഇനി പിള്ളേരാരെങ്കിലും എന്നെ പറ്റിക്കുന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ഇത് ചക്കഭൂതമാണോ? എന്താണ് പുറകിലൊരു നിഴല് പോലെ? അല്ലോ, ബ്ലാ 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 ബ്ലാ. പടച്ചോനെ, ബ്ലാ 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 ബ്ലാ. എന്റെ അല്ലോ, എന്റെ തല പോയേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അല്ലോ, നമ്മളെ രക്ഷിക്ക്. അയ്യോ, ഇതെന്ത് പറ്റി? പാത്തുമ്മയല്ലേ വീണ് കിടക്കുന്നത്? അയ്യോ പാത്തുമ്മ, എന്താ, എന്തു പറ്റി? പാത്തുമ്മ എങ്ങനെ നിലത്ത് വീണത്? ഈ ചക്ക വെട്ടിയിട്ടത് പോലെ എന്ന് പറയുന്നത് ഇതിനാണോ? അല്ലോ, ബ്ലാ 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 ബ്ലാ. എന്ത് ബ്ലാബ്ലയോ? അതെന്താ ഈ ബ്ലാബ്ല? അത് ചിലപ്പം പിങ്കി പാത്തുമ്മയുടെ മാപ്പിളനെ വിളിക്കുന്നതായിരിക്കും, മാപ്പിള മാപ്പിള എന്ന്. അല്ല മക്കളെ, ബ്ലാബ്ല ബ്ലാബ്ല. എന്റെ പാത്തുമ്മ, നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? ഒന്ന് എഴുന്നേൽക്ക്. ആ ചക്ക ചമ്മന്തിയായി, അല്ലാതെ എന്താ?
ചക്ക പറിക്കുമ്പോൾ മരത്തുമല്ലിൽ നിന്നും വീണതായിരിക്കും. അങ്ങനെയൊന്നും എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പാത്തുമ്മ, നിങ്ങൾ എന്തോ ഈ ബ്ലാ 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 എന്ന് പറയുന്നത്? അത് പിന്നെ മോളെ, ഞാനൊരു ബ്ലാക്ക് കൈ കണ്ടു, അതാണ് ഈ ബ്ലാ. ബ്ലാക്ക് കൈയോ? അതെ, നീണ്ട ഒരു ബ്ലാക്ക് കൈ. അത് കരിമ്പൂതത്തിൻ്റെതാണോ അതോ ബ്ലാക്ക് മാൻ്റെതാണോ എന്നൊന്നും എനിക്കറിയില്ല. ആ കൈ കണ്ടത് ഞാൻ തറയിലേക്ക് വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തൊക്കെയാ പിങ്കി ഈ പാത്തുമ്മ പറയുന്നത്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സത്യമാണ് മക്കളെ ഞാനീ പറയുന്നത്. എനിക്ക് ചക്ക പുഴുക്ക തിന്നാൻ കൊതിയായിട്ട് ഞാൻ ഈ തൊടിയിൽ നിന്നും ചക്ക പറിക്കുകയായിരുന്നു. ദാ ആ കമ്പെടുത്ത് ഞാൻ ചക്ക പറിച്ചിട്ടു. അപ്പോൾ ഇവിടെ നിന്നും ഒരു ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു ചക്ക വീണ ശബ്ദമായിരിക്കുമെന്ന്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ എന്റെ പുറകിൽ ഒരു നിഴൽ. എന്നിട്ടെന്താ, നോക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കൈയായിരുന്നു. നമ്മളെ ആരോ ഇവിടെ നിന്നും ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമുക്കിത് മമ്മിയോടും പപ്പയോടും പറഞ്ഞാലോ? വേണ്ട അപ്പൂസേ, അവരോട് പറയണ്ട, അവർക്കും കൂടെ പേടിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ജിംബുവിനോട് ചോദിക്കാം ആരാണതെന്ന്. ആ, അത് നല്ല ഐഡിയ പിങ്കി. നീ അവനെ ഒന്ന് വിളിക്ക്, അവൻ അറിയാൻ പറ്റുമല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ഞാൻ വിളിക്കാം. ജിംബൂംബാ, ജിംബാല് ജിംബു വരട്ടെ. കൽപ്പിച്ചാലും ഹുസൂർ. എന്തു പറ്റി? എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു ഭയം? എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? അത് പിന്നെ ജിംബു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ 1-2 ദിവസമായി ഞങ്ങളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. രാത്രി പുറത്ത് ഞങ്ങളൊരു കറുത്ത രൂപത്തെ കണ്ടു. ഒരു ബ്ലാക്ക് മാൻ. ബ്ലാക്ക് മാനോ? അതെ, ബ്ലാക്ക് മാൻ. അതിങ്ങനെ 2 ദിവസമായി വന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്നു. അതെ ജിംബു, ഇന്നത് രാത്രിയല്ല വന്നത്, ഇപ്പോൾ പകലാണ്. ഞാൻ ഇവിടെ നിന്നും ചക്ക പറിക്കുകയായിരുന്നു, അപ്പോൾ അതെന്റെ പുറകിൽ. എന്നിട്ടോ പാത്തുമ്മ കണ്ടില്ലേ അതിനെ? ഒരു രൂപം പോലെ മാത്രം കണ്ടു, പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. അയ്യോ ജിംബു, ഞങ്ങൾക്കൊക്കെ പേടിയാവുന്നുണ്ട്. അതെ ജിംബു, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. ആരായിരിക്കും ജിംബു ആ വരുന്നത്? നിനക്ക് നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഭയപ്പെടാതെ, ഞാനൊന്ന് നോക്കട്ടെ. ആലംബന. എന്താ ജിംബു, വല്ലതും മനസ്സിലായോ? അയ്യോ പിങ്കി, എന്തു പറ്റി? അയ്യോ പിങ്കി, എന്റെ മന്ത്രശക്തിയൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ എന്താണ് ഈ പറയുന്നത് ജിംബു? സത്യമാണ് പിങ്കി ഞാനീ പറഞ്ഞത്. എന്റെ മന്ത്രശക്തിയിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ ജിംബു അങ്ങനെ? എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഏതോ വലിയ ശക്തിയാണ് ഇവിടെയുള്ളത് എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. അയ്യോ ജിംബു, അപ്പൊ ഇവിടെ ഒരു ആപത്ത് വന്നാൽ നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലേ? എനിക്ക് പേടിയാവുന്നു. ആരായിരിക്കും ആ മന്ത്രശക്തിയുള്ളവൻ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ പിങ്കി, നീ പേടിക്കണ്ട. എന്റെ ഉള്ള ശക്തി വർക്ക് ചെയ്യുന്ന കാലം വരെ ഞാൻ നിന്നെ സഹായിക്കും. നീ എന്റെ യജമാനനാണ്. നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അയ്യോ ജിംബു, അതിനിപ്പോൾ ഇവിടെ ആരാ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ കറുത്ത രൂപക്കാരൻ ആരാണെന്ന് എങ്ങനെ മനസ്സിലാകും? നമുക്ക് കാത്തിരുന്ന് കാണാൻ പിങ്കി. നീ ഭയപ്പെടണ്ട, ഞാനില്ലേ നിന്റെ കൂടെ.